ഗോൾഡ് പ്രൈസ് ഒക്കെ വല്ലാതെ കൂടി നിൽക്കുകയാണ് അപ്പോൾ പൊതുവേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കുറച്ച് നേരത്തെ ഗോൾഡിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നല്ലോ എന്ന്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് മാക്സിമം ഇടിഞ്ഞു നിൽക്കുകയാണ്, ഗോൾഡിന്റെ പ്രൈസ് ഡേ ബൈ ഡേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് യൂഷ്വലി അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴൊക്കെ താഴേക്ക് വരുന്നോ ഗോൾഡിന്റെ പ്രൈസ് അപ്പോഴൊക്കെ സ്കൈ റോക്കറ്റ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തെ, അതായത് 2024 ഫെബ്രുവരി മുതൽ ഇപ്പോൾ വരെയുള്ള ഗോൾഡിന്റെ പ്രൈസ് ഒന്ന് നോക്കുകയാണെങ്കിൽ 2024 ഫെബ്രുവരിയിൽ ഒരു പവൻ ഗോൾഡിന് 49,193 രൂപയായിരുന്നു. 2024 ഒക്ടോബർ ആയപ്പോഴേക്കും ഒരു പവൻ ഗോൾഡിന് അത് 63,113 രൂപയായി. ഡിസംബറിൽ അത് 65,000 രൂപയായി. ഈ ഫെബ്രുവരിയിൽ ഇപ്പോൾ ഏകദേശം 70,000 രൂപയോട് അടുത്ത് നിൽക്കുന്നു. അതായത് ഒരു വർഷത്തിൽ ഏകദേശം 20,000 രൂപയുടെ പ്രൈസ് ചേഞ്ച് ആണ് ഗോൾഡിൽ ഉണ്ടായിരിക്കുന്നത്, അത് 8 ഗ്രാമിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം ഗോൾഡിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ബെനിഫിഷ്യൽ ആയിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 6 മാർഗ്ഗങ്ങളെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണെങ്കിൽ സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Without further delay, let's get into the video. I am Adil Hussain. Welcome to my channel. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓർണമെന്റ്സ് ആയിട്ട് വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണെങ്കിൽ തന്നെ ഓർണമെന്റ്സ് ആയിട്ടായിരിക്കും അച്ഛനും അമ്മയൊക്കെ ഗോൾഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കൂലി, പണിക്കുറവ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഗോൾഡിൽ നിന്ന് ഒരു ഓർണമെന്റ് ഉണ്ടാക്കണമെങ്കിൽ ഓർണമെന്റ് മേക്ക് ചെയ്യുന്ന മേക്കിംഗ് ചാർജ് ഉണ്ട്, അത് നമ്മൾ അനാവശ്യമായിട്ട് അവിടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പണിക്കുറവ് എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് നമ്മളൊരു ഓർണമെന്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ഗോൾഡ് നഷ്ടപ്പെടും. ആ ഗോൾഡ് ഉരുക്കുന്നതിന്റെ, ആ ഗോൾഡ് മെൽറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ ആ എക്യുപ്മെന്റ്സിലൊക്കെ പറ്റി കുറച്ച് ഗോൾഡ് അങ്ങനെ നഷ്ടപ്പെടും. അങ്ങനെ പണിക്കുറവ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ ഏറ്റവും മോശം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓർണമെന്റ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഗോൾഡ് കാണുകയാണെങ്കിൽ ഒരിക്കലും ഓർണമെന്റ്സ് ആയിട്ട് അത് വാങ്ങാതിരിക്കുക. കാരണം അത് വലിയൊരു നഷ്ടമാണ്. മാത്രമല്ല അതിന്റെ പുറത്തുള്ള മറ്റ് GST മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓർണമെന്റ് ഒരിക്കലും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ല. മറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു ആഭരണം ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഒരിക്കലും ഗോൾഡ് ഓർണമെന്റ് ആയിട്ട് വാങ്ങാതിരിക്കുക. ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിക്കാം. നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും പേടിച്ച് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളതാണ്. നമുക്ക് പല സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. പക്ഷെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയില്ല, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ തുകയും സേഫ് ആക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്നും നഷ്ടപ്പെടാതെ 10 വർഷത്തിൽ 10 ഇരട്ടി വരെ റിട്ടേൺസ് ലഭിക്കുന്ന പല ഫണ്ടുകളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ് ലൈഫും കൂടി ചേർന്നിട്ട് പുതിയൊരു ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, നിഫ്റ്റി 500 മൊമെന്റം 50 ഇൻഡെക്സ് ഫണ്ട്. ഇതിന്റെ NAV എന്ന് പറയുന്നത്, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. ഫെബ്രുവരി 28 വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ NFO ഇൻഡെക്സിന്റെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 29.8%, 22.1%. കൃത്യമായി പറയുകയാണെങ്കിൽ 2014 നിങ്ങൾ ഈ ഫണ്ടിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 2024 അത് 7,40,000 രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും. NRI ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മാസം 18,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ 2 കോടി രൂപ വരെ റിട്ടേൺസ് ലഭിക്കാം എന്നാണ് കമ്പനി പറയുന്നത്. ഇതുകൂടാതെ ഇതൊരു യൂലിപ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആനുവൽ പ്രീമിയം തുകയുടെ 10 ഇരട്ടി വരെ ലൈഫ് കവറേജ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മാർഗ്ഗം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർണമെന്റ്സ് ആയിട്ടല്ലാതെ ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് തന്നെ ഇപ്പോൾ ഗോൾഡിന്റെ ബാസ്, ഗോൾഡ് കോയിൻസ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. പക്ഷെ അതും ഒരു ബെസ്റ്റ് വേ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സെക്യൂർ ആയിട്ടുള്ള പ്ലേസ് വേണം. ഇനി ബാങ്ക് ലോക്കറിൽ വെക്കുകയാണെങ്കിൽ ലോക്കറിന്റെ റെന്റ്, മാത്രമല്ല നിങ്ങളിപ്പോൾ എബ്രോഡ് പോവുകയാണെന്ന് വിചാരിക്കട്ടെ, നിങ്ങൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത് കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ഉള്ളതിന്റെ പല ഫോർമാലിറ്റീസും, ലീഗൽ ഫോർമാലിറ്റീസും, ബുദ്ധിമുട്ടും, അങ്ങനെയുള്ള പല കാര്യങ്ങളും. മാത്രമല്ല നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ ഒരു ജ്വല്ലറിയിലേക്ക് പോയി അവരതിന് തയ്യാറാവണം, അല്ലെങ്കിൽ നല്ലൊരു ബയറെ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സ്റ്റിൽ ബെറ്റർ ദാൻ ഓർണമെന്റ്സ്. ഓർണമെന്റ്സിനേക്കാളും ബെറ്റർ ആണ്, പക്ഷെ എന്നാലും ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ട, അതുപോലെ തന്നെ മേക്കിംഗ് ലോസ് ഉണ്ടാവില്ല, പണിക്കൂലി, പണിക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിനുണ്ടാവും. ഇനി മൂന്നാമത്തെ മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡിൽ നിന്ന് മാറി ഡിജിറ്റൽ ഗോൾഡ് ആകും. ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ UPI യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ട് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ
1,00,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഫിസിക്കൽ മണി ആയിട്ടല്ല ഉള്ളത്, ഡിജിറ്റലി ആണുള്ളത്. നമുക്കത് ഫിസിക്കലി ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡിജിറ്റലി നമുക്ക് അവിടെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് 1,00,000 രൂപയുടെ സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, എനിക്കത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ഗോൾഡ്. ഗോൾഡിന്റെ വില കൂടുന്നതനുസരിച്ച് ഡിജിറ്റൽ ഗോൾഡിന്റെ വില കൂടും, കുറയുന്നതനുസരിച്ച് ഡിജിറ്റൽ ഗോൾഡിന്റെ വില കുറയും. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫിസിക്കലി നമുക്കത് തൊടാനോ നമുക്കത് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അത് തന്നെയാണ്. സ്റ്റോറിങ്ങിന് പ്ലേസ് വേണ്ട, കുറച്ചുകൂടെ സേഫ് ആയിരിക്കും, കള്ളന്മാർ വന്ന് മോഷിച്ചുകൊണ്ട് പോകുന്നുള്ള പേടി വേണ്ട, വീട്ടിൽ സ്റ്റോർ ചെയ്യണ്ട. ബാങ്ക് ലോക്കറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ബാങ്ക് ലോക്കറിന്റെ ഫീ കൊടുക്കണ്ട, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല ഡിജിറ്റൽ ഗോൾഡ് ആകുമ്പോൾ. മാത്രമല്ല ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വിൽക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഗ്രാം വിൽക്കാം, അല്ലെങ്കിൽ 0.75 ഗ്രാം ആയിട്ട് വിൽക്കാം, 0.50 ഗ്രാം ആയിട്ട് വിൽക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് വിൽക്കാനും വാങ്ങാനും ഒക്കെ സാധിക്കും. ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാന്ന് പറഞ്ഞു, പക്ഷേ എങ്ങനെയാണ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നമുക്ക് ബാങ്ക്സ് വഴി വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ നിന്ന് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ സാധിക്കും. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആപ്സ് വഴി വാങ്ങിക്കാൻ പറ്റും. അതായത് സിറോദ കോയിൻ, ഗ്രോ, അപ് സ്റ്റോക്സ് ഇങ്ങനെയുള്ള ആപ്പുകൾ വഴി നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ സാധിക്കും. ഡിജിറ്റൽ വാലറ്റ് അല്ലെങ്കിൽ ഫിൻടെക് ആപ്സ് ഇതുവഴി നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പൊ MMTC, PAMP, അതുപോലെ സേഫ് ഗോൾഡ് ഇതൊക്കെ വഴി ഗൂഗിൾ പേ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പേ വഴി നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും, ഫോൺ പേ വഴി വാങ്ങിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ Paytm വഴി വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ MMTC, PAMP അതുപോലെ തന്നെ സേഫ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ഒഫീഷ്യൽ ഗോൾഡ് പ്രൊവൈഡേഴ്സ് ആണ്. അവർ വഴി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാം. മിക്ക പ്ലാറ്റ്ഫോമുകളും സേഫ് ആയിട്ടുള്ള ഇൻഷോർഡ് വോൾട്സിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ കൺവേർഷൻ, ചില പ്ലാറ്റ്ഫോംസ് ഈ ഡിജിറ്റൽ ഗോൾഡ് ഫിസിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ഗ്രാം ഡിജിറ്റൽ ഗോൾഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫിസിക്കൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ ഗോൾഡ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓപ്ഷൻ ചില പ്ലാറ്റ്ഫോംസ് അലോ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ സെല് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മനസ്സിൽ ചിന്തിക്കുക. അടുത്തൊരു മാർഗ്ഗമാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. ETF എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്നാണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ETF എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഗോൾഡ് ആണ്. ഗോൾഡിന്റെ പൈസ കൂടുന്നതനുസരിച്ച് തന്നെ ETF-ന്റെയും വില കൂടും, ഗോൾഡിന്റെ പൈസ കുറയുന്നതനുസരിച്ച് ETF-ന്റെയും വില കുറയും. പക്ഷേ ഡിജിറ്റൽ ഗോൾഡിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നമുക്ക് റിലയബിൾ ആണ്, ട്രേഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറെ പ്രയോജനങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ വാങ്ങിച്ച് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വേണമെങ്കിൽ വിൽക്കാം. അതുപോലെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് ഗോൾഡിനെ ബേസ് ആക്കി വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ETF എന്ന് പറയുന്നത്. ETF വാങ്ങിക്കുകയാണെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയുള്ള പ്രയോജനം നമുക്ക് കിട്ടും. എന്നാൽ ഈ ഗോൾഡിന്റെ ആയിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ ETF എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് സിറോദയിലോ അപ് സ്റ്റോക്സിലോ ഗ്രോയിലോ അങ്ങനെ ഏതിൽ വേണമെങ്കിൽ ഗോൾഡിന്റെ ETF, ഇപ്പോൾ നിപ്പോൺ ഗോൾഡ്, ഗോൾഡ് ബീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ETF നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ETF-ൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ ചെറിയ പൈസയ്ക്ക് 50 രൂപ 100 രൂപ പോലുള്ള ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ സാധിക്കും. അതിനകത്ത് SIP തുടങ്ങാൻ സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷനാണ് ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. എന്താണ് ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ട്സ്? ETF ആയിട്ട് എന്താണ് ഡിഫറൻസ്? ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഗോൾഡ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലല്ല. ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഗോൾഡ് മൈൻ ചെയ്യുന്ന കമ്പനികളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ചില ജ്വല്ലറികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിന്റെ തന്നെ ETF ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല പല ഗോൾഡുമായിട്ട് ഡീല് ചെയ്യുന്ന, ഗോൾഡിന്റെ പൈസ ഉയരുമ്പോൾ ഇതിന്റെയും വാല്യൂ കൂടാനും ഗോൾഡിന്റെ പൈസ കുറയുമ്പോൾ ഇതിന്റെയും വാല്യൂ കുറയാനും അങ്ങനെയുള്ള പല പല കമ്പനികളിലോ പല അസറ്റ്സിലും ഒക്കെ ആയിരിക്കും മ്യൂച്വൽ ഫണ്ട്, ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഒരു കാര്യം, എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാവും. അതായത് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് പൈസ ചിലവാകും. അതാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. എക്സ്പെൻസ് റേഷ്യോ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എൻട്രി ലോഡ്, എക്സിറ്റ് ലോഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ കൊടുക്കുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ട്രാൻസാക്ഷൻ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരും. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജസ് STT അത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഫിസിക്കൽ ഗോൾഡിനെയൊക്കെ അപേക്ഷിച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു മാർഗം തന്നെയാണ് ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് SIP ആയിട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ETF ആയാലും മ്യൂച്വൽ ഫണ്ടൊക്കെ ആയാലും ലിക്വിഡിറ്റി നമുക്ക് ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വാങ്ങാം, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വിൽക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ETF ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന് എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. മറ്റൊരു ഓപ്ഷനാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് ഈ ബോണ്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ഗോൾഡിന്റെ പൈസ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെയും വില കൂടും. ഇതുകൂടാതെ 2.5% റിട്ടേൺസും കൂടി നമുക്ക് ഗവൺമെന്റ് ഇതിൻ്റെ പുറത്ത് എക്സ്ട്രാ തരും. അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നല്ലൊരു മാർഗ്ഗമായിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഗോൾഡിന്റെ പ്രൈസിലുണ്ടായ വലിയൊരു
വിലക്കയറ്റം, ഇത്രയും വലിയ വിലക്കയറ്റം, ഇതിൻ്റെ കൂടെ തന്നെ 2.5 2.5% റിട്ടേൺസും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കണം. അപ്പോൾ അത്രയും വലിയൊരു എക്സ്പെൻസ് ഒരിക്കലും ഗവൺമെൻറ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അവർക്ക് അവരുദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് മുകളിൽ പോയത് കാരണം ഇനിയും അങ്ങനെ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ട് ഓഫർ വരും എന്നെനിക്ക് തോന്നുന്നില്ല. വന്നാൽ നല്ലതാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ അതും ഒരു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ETF ആണ്. എല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ് ഓർണമെൻറ്റ്സ് ആയിട്ട് ഗോൾഡ് വാങ്ങിക്കുക എന്നുള്ളത്. വളരെ വലിയൊരു നഷ്ടമാണത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം എങ്ങനെയാണ് ഗോൾഡിലേക്ക് മാറ്റി വെക്കേണ്ടതെന്നും ഒക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെയായിരുന്നു നമ്മുടെ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NFOയുടെ കാര്യം, ഇതിൻ്റെ AUM അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 50,000 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുടെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലൊന്നും ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. ഇതിൽ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളൊരു ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് February 28 ആണ്. അപ്പോൾ ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain signing off.